ഹലോ മക്കളെ, സീറ്റ് 2024 എഴുതി എല്ലാ മക്കളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സീറ്റ് 2024 എഴുതിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ സ്കോർ കാർഡ് വരുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ അപേക്ഷിക്കേണ്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാ സീറ്റ് ആസ്പിറൻസിനും അറിയാവുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. നമ്മുടെ എയിംസ് നീറ്റ് എഴുതുന്ന കുട്ടികൾക്ക് എയിംസ് എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മുടെ സീറ്റ് എഴുതുന്ന കുട്ടികൾക്കുള്ള യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിയിലോട്ട് നേടാൻ വേണ്ടി ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യും, വളരെയധികം ആഗ്രഹങ്ങൾ അവർ സ്വപ്ന കോളേജ് ആയിരിക്കും, സ്വപ്ന യൂണിവേഴ്സിറ്റി ആയിരിക്കും നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റി. അപ്പൊ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലോട്ട് എങ്ങനെ നിങ്ങൾക്ക് അപേക്ഷിക്കാം, അതിൻ്റെ അകത്ത് എന്തൊക്കെ കോഴ്സുകളുണ്ട്, നിങ്ങളുടെ എലിജിബിലിറ്റി, നിങ്ങൾക്ക് എന്ത് എലിജിബിലിറ്റിയാണ് അതിന്റെ ആവശ്യമായിട്ടുള്ളത്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെ കോഴ്സുകൾ ഉൾപ്പെടുന്നുണ്ടെന്ന് വരെ നമുക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതായിരിക്കും. അതേപോലെ വീഡിയോയിലോട്ട് മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞോട്ടെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പേഴ്സണലൈസ് കൗൺസിലിംഗിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഈ കൗൺസിലിംഗിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ വർഷം നമുക്ക് 580+ റിസൾട്ട്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ പേഴ്സണലൈസ് കൗൺസിലിംഗിലൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നേടിക്കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അതേപോലെ നമ്മൾ ഈ കൗൺസിലിംഗിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ CUT ഐക്കാറിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ കോഴ്സുകളിലോട്ടും നമ്മൾ കൗൺസിലിംഗ് തൊട്ട് കോളേജ് വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും നമ്മൾ ചെയ്യുന്നതായിരിക്കും. സ്പെഷ്യൽ സീനിയേഴ്സിന്റെ മെന്റർഷിപ്പോട് കൂടിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്. അതേപോലെ നിങ്ങളുടെ പ്രിഫറൻസ് ഷീറ്റ്, അതായത് നിങ്ങൾ അവിടെ കൊടുക്കാനുള്ള പ്രിഫറൻസ് ഷീറ്റ് ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യും കൊടുക്കുന്നതായിരിക്കും. ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്യും സപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ മറ്റനവധി കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ കാണുന്നതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഇത് GPay ചെയ്തിട്ട് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് ഈ നമ്പറിലോട്ട് അയച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് കയറേണ്ട വെബ്സൈറ്റ് നിങ്ങൾ ഒന്നില്ലെങ്കിൽ CSAS UG 2024 എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. ആ വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹോം എന്നോ അഥവാ അഡ്മിഷൻ വെബ്സൈറ്റ് എന്നോ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലോട്ട് ഓപ്പൺ ആയി വരും. അപ്പൊ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങളുടെ ഈ ഭാഗത്തായിട്ട് UG CSAS എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഓപ്പൺ വരികയും ചെയ്യും. അങ്ങനെ ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിന്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ തുടർന്നുള്ള കാര്യങ്ങൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഷോർട്ട് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന്. അപ്പൊ നമ്മുടെ ഈ UG നമ്മുടെ CSAസിലോട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ 3 ഫേസ് ആയിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നത്. ആ 3 ഫേസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ ജസ്റ്റ് അപ്ലൈങ് ടു യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലോട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ നിങ്ങളൊരു 250 റുപ്പീസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ, ജനറലും OBC കാറ്റഗറിയിലാണെങ്കിൽ നിങ്ങൾ 250 റുപ്പീസ് അടയ്ക്കേണ്ടിയിരിക്കുന്നു. SC ST കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിൽ 100 രൂപ അടച്ചാൽ മതിയാവും. ഓക്കെ, അതാണ് നിങ്ങളോട് ശ്രദ്ധിക്കേണ്ടത്. ആ ഫീ പേയ്മെന്റ് നിങ്ങൾ അടയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം, ഈ ഫീ പേയ്മെന്റ് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ സ്കോർ കാർഡ് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അടയ്ക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സ്കോർ അറിഞ്ഞതിന് ശേഷമായിരിക്കും കൂടുതൽ കുട്ടികൾ അടയ്ക്കാൻ താല്പര്യപ്പെടുക. പക്ഷെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നേരത്തെ അടയ്ക്കണം എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ പ്രോസസ്സ്, ഫസ്റ്റത്തെ ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം ഫില്ലിംഗ് ദ പ്രിഫറൻസ് ഫോർ പ്രോഗ്രാംസ് ആൻഡ് കോളേജസ്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ സീറ്റിന്റെ സ്കോർ കാർഡ് വന്നതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് സ്കോർ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജസ് ആണ്, ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പ്രിഫറൻസ് ഓർഡർ അവിടെ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ മൂന്നാമത്തെ ഫേസ് ആയിട്ടായിരിക്കും നിങ്ങളുടെ അലോക്കേഷനും കാര്യങ്ങളും നടക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിനകത്ത് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വായിച്ചു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഒക്കെ കിട്ടും. നിങ്ങളുടെ എലിജിബിലിറ്റി കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഇതിൽ ഡിസ്കസ് ചെയ്ത് ഈ പറഞ്ഞ ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ അത് ചെയ്താൽ മതി. അതേപോലെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിക്കാതെ ഇവിടെ രജിസ്ട്രേഷൻ ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ രജിസ്ട്രേഷൻ ലിങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ CUT എഴുതിയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് അവിടെ കൊടുത്ത അതേ ആപ്ലിക്കേഷൻ നമ്പർ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ കൊടുക്കണം. ഓക്കെ, അതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്താൽ മതിയാവും. ഓക്കെ, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ നിങ്ങൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. അതേപോലെ നമ്മുടെ ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഏതൊക്കെ കോഴ്സുകളാണ് ഇവിടെ ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയിക്കണം. ഒരു മിനിറ്റ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ലാംഗ്വേജസ് നോക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ അറബിക് തൊട്ട്
അങ്ങോട്ടുള്ള ഉറുദു വരെയുള്ള ലാംഗ്വേജസ് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആർട്സ്, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ വരുന്ന കോഴ്സുകൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് ടെക്നോളജി എന്ന ജനറൽ, ആന്ത്രപ്പോളജി, ബയോളജിക്കൽ സയൻസ്, ബയോമെഡിക്കൽ സയൻസ് തുടർന്ന കോഴ്സുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിക്സ്, സുവോളജി, കെമിസ്ട്രി മുതലായ കോഴ്സുകളും എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ BSc പ്രോഗ്രാംസ് നോക്കുവാണെങ്കിൽ അപ്ലൈഡ് ലൈഫ് സയൻസ്, അപ്ലൈഡ് ഫിസിക്കൽ സയൻസ് ആൻഡ് അനാലിറ്റിക് മെത്തേഡ്സ് ഇൻ കെമിസ്ട്രി ആൻഡ് ബയോകെമിസ്ട്രി, അപ്ലൈഡ് ഫിസിക്കൽ സയൻസ് ആൻഡ് വിത്ത് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി മുതലായ കോഴ്സുകൾ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നെക്സ്റ്റ് കൊമേഴ്സിന്റെ കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കാണാൻ കഴിയും. വൊക്കേഷണൽ സ്റ്റഡീസിൽ അണ്ടറിൽ വരുന്ന കോഴ്സുകൾ ഇവിടെ കാണാൻ കഴിയും. മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നമുക്ക് എന്തെങ്കിലും കാണാൻ കഴിയും. എഡ്യൂക്കേഷൻ കാണാം. എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ ബാച്ചലർ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ കാണാം. പിന്നെ ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ്, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ. ഈ കോഴ്സുകളിലോട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. ഈ കോഴ്സുകളുടെ അണ്ടറിൽ, അതായത് ഈ കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന കോളേജുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിന് നേരെ താഴോട്ട് പോയാൽ മതി. കുറച്ചുകൂടെ സ്ക്രോൾ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓരോ കോഴ്സും തരുന്ന കോളേജുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓഫർഡ് ബൈ കോളേജസ് എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാൻ കഴിയും. ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി, പ്രിഫറൻസ് സെറ്റ് ചെയ്താൽ മതി. പ്രിഫറൻസ് പക്ഷേ ഇപ്പം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് phase 1 മാത്രം കംപ്ലീറ്റ് ചെയ്യുക. phase 1 കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് ഷീറ്റും കാര്യങ്ങളും നിങ്ങൾ എന്ത് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ പാരൻസിന്റെ നെയിംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചോദിക്കുക. അതൊക്കെ എന്ത് ചെയ്താൽ മതി, അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇതേപോലത്തെ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതേപോലെ തന്നെ ICAR അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സെപ്പറേറ്റ് കൗൺസിലിംഗ് നടത്താറുണ്ട്. അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.